ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വെൻസ്ഡേ ആണ്, ഫെബ്രുവരി 5 ആണ്. ഇന്നലെ അത്യാവശ്യം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടോ. അതായത് ഏകദേശം ഒരു 5 മണി വരെ ഞാൻ ഉറങ്ങി. ഇന്ന് എൻ്റെ പ്രസൻറ്റേഷനുള്ള ദിവസമാണ്. 3:30 to 5:30 ആണ് പ്രസൻറ്റേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ എവിടേക്കും പുറത്തേക്കൊന്നും പോകുന്നുണ്ടായിരിക്കില്ല. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്നാണ് എൻ്റെ പ്രസൻറ്റേഷൻ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോസ്റ്റർ. അപ്പോൾ പോസ്റ്ററൊക്കെ ഡിസ്പ്ലേ ചെയ്തു. രാവിലെ നേരത്തെ വന്നിട്ട് തന്നെ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് പ്രസൻറ്റേഷനൊക്കെ ചെയ്തു. ഇത് ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ കൺസൾട്ടൻറ്റിൻ്റെ പ്രസൻറ്റേഷനാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പ്രസൻറ്റേഷനുകൾ ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പല കോൺഫറൻസ് ഹാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ 1 വീക്ക് കോൺഫറൻസിൽ ഓൾമോസ്റ്റ് 3 days ആയിരുന്നു എന്ന് തോന്നുന്നു ഈ പോസ്റ്റർ പ്രസൻറ്റേഷനുകൾ ഉണ്ടായിരുന്നത്. ഓരോ സെക്ഷനുകളായിട്ടായിരുന്നു ഓരോ പോസ്റ്റർ പ്രസൻറ്റേഷനുകൾ ഉണ്ടായിരുന്നത്. ഇത് ഞാനും എൻ്റെ കൺസൾട്ടൻറ്റും ഡോക്ടർ ഉമ്മ രാമസ്വാമി, ഞങ്ങളുടെ ഫ്രറ്റേണിറ്റിയിലത്തെ ഒരു വെൽ നോൺ പേഴ്സണാണ്. ഇത് ഞങ്ങളുടെ കൊളീഗ്സാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടേക്ക് പോയത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പോസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു ചെറിയൊരു പിക്കാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ പല ഫാർമ കമ്പനീസും നമ്മളതിനെ ചെറിയ ഡിന്നർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾക്ക് ഇതിൽ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇതൊരു കമ്പനി ഇൻവൈറ്റ് ചെയ്തൊരു സ്മോൾ ഡിന്നറായിരുന്നു. ഔട്ട്സൈഡ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഔട്ട്സൈഡായിട്ടായിരുന്നു ഡിന്നർ. അപ്പോൾ അതിന് പോയി. ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ കുറേ ഹോസ്പിറ്റലിലത്തെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറേ വീഡിയോയും ഫോട്ടോസൊന്നും എടുത്തില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തതാട്ടോ. നമ്മൾക്ക് കുറച്ച് പരിചയപ്പെട്ടവരൊക്കെ ആയിട്ട്. ഇത് ബിർമിഹാം എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു. മറ്റേ ആൾ എനിക്ക് ഓർമ്മയില്ല എവിടെയെന്നാണ്. ഇറ്റാലിയൻ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. നമ്മൾ അവിടേക്ക് പോയത് ഊബറിലായിരുന്നു. മീൻസ് അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു വണ്ടിയിൽ അങ്ങോട്ട് പോയത്. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരുപാട് ദൂരം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോൾ നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഔട്ട്സൈഡ് ഇങ്ങനെ നൈറ്റിൽ ഇങ്ങനെ നടക്കുന്നത് ആ സ്ഥലത്ത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ കടകളും പിന്നെ നല്ല തിരക്കും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ ടയേർഡാണ് ഓൾറെഡി. രാവിലെ തൊട്ടിട്ട് പോസ്റ്ററിൻ്റെ പുറകെയായിരുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ നേരം അതിൻ്റെ മുമ്പിൽ പോസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ വരും. എന്താണ് പോസ്റ്ററിൽ ചെയ്തിരിക്കുന്നത്, എന്താണ് പ്രസൻറ്റേഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാർ വരുമ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരുപാട് ടയേർഡായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടയേർഡ്നെസ് വേറെ. അങ്ങനെ ഇന്നത്തെ ദിവസവും